അങ്ങനെ ആരെങ്കിലും ബഹുമാനിച്ചോ പ്രശംസിച്ചോ പുകഴ്ത്തിയോ എവിടെയും വല്ല ലേഖനമോ വല്ല പദ്യമോ ഗദ്യമോ എഴുതിയാൽ അതൊക്കെ മാലി മൗലൂദ് ആണെങ്കിൽ ചില മൗലൂദ് ഞാനും കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. AP സുന്നികൾ ഇറക്കുന്ന ഒരു അറബി മാസികളുടെ അസ്സഖാഫ എന്ന പേര്. അസ്സഖാഫ മർക്കസ് ഇറങ്ങുന്ന മർക്കസു സഖാഫിയിൽ ഇറങ്ങുന്നതാണ് അസ്സഖാഫ. അതിന് ഒരു വലിയ മൗലീദ്, അതെന്താ കണ്ടോ നിങ്ങൾ, അറബി തന്നെ കാണാം. അസ്സഖാഫയിൽ വന്ന മൗലീദ് അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയിൻ്റെ മൗലൂദ് നമുക്കിവിടെ പറഞ്ഞൂടെ? വാജ്പേയിൻ്റെ മൗലൂദ് പറഞ്ഞൂടെ? പക്ഷെ നമ്മളെ പറയാൻ നടക്കലില്ല. കാരണം എന്താ, അത് ഒരാളെ കുറിച്ച് എഴുതിയതാണ്. സംഗതി ഒരുപാട് അബദ്ധയിലുണ്ട്. ഒരു മുസ്ലിം എഴുതാൻ കഴിയാത്ത രൂപത്തിലുള്ള പദപ്രയോഗമുണ്ട്. എന്തെല്ലാം എഴുതി കണ്ടോ? ഇന്ന സയ്യിദ വാജ്പേയി ഖതീബുൻ മുസഖഉൻ തലഖാ വലാ യസാൽ. സയ്യിദ് വാജ്പേയി ആരാ? ഖതീബുൻ മുസഖഉൻ, നല്ല സ്വാധീനമുണ്ടാക്കിയ വലിയൊരു പ്രഭാഷകനാണ്. മാത്രമല്ല മൂപ്പർ ഒരുപാട് മഹത്വങ്ങളെ പറയാം. എന്നിട്ട് മാത്രമല്ല, ഇത് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ EK സുന്നിയാണ് സുന്നി അഫ്കാർ വാരികയിൽ എടുത്തു കൊടുത്തു. എന്താ ഹെഡിങ് കൊടുത്തറിയോ? കാന്തപുരത്തിൻ്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ്. കാന്തപുരത്തിൻ്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട് EK സുന്നി അഫ്കാർ ഒരു ലേഖനം തന്നെ കൊടുത്തു. പക്ഷെ ഞങ്ങളത് വായിക്കലില്ല. കാരണം എന്താ, ഞങ്ങൾക്കറിയാം ഇത് മൗലൂദല്ലാന്ന്. ഇത് മൗലൂദല്ല. ഇത് നിങ്ങളെ മൂപ്പരെ കുറിച്ച് കുറച്ച് പുകഴ്ത്തി നിങ്ങൾക്ക് പറഞ്ഞ ലാഭം ഉണ്ടാവും, അത് നമുക്കറിയാം. പക്ഷെ ഇതൊരു മൗലൂദാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടെടുക്കലില്ല. ഇനി അതുമാത്രമല്ല, അങ്ങനെ എത്ര മൗലൂദാണ്. ഇപ്പം ഇന്നത്തെ സിറാജ് നോക്കി നിങ്ങൾ, ഇന്നത്തെ സിറാജ് എടുത്താൽ ആ സിറാജിൽ നിങ്ങൾക്കൊരു മൗലൂദ് കാണാം. ഇന്ന് ഇറങ്ങിയ സിറാജിൽ ഒരു മൗലൂദ് ഉണ്ട്. അതായത് മൻമോഹൻ സിംഗിൻ്റെ മൗലൂദ്. മൻമോഹൻ സിംഗിൻ്റെ മൗലൂദ് ഉണ്ട് ഇന്നത്തെ സിറാജിൽ. പദ്യമല്ല, ഗദ്യമാണ് എന്ന് മാത്രം. അതേപോലെ MT വാസുദേവൻ്റെ മൗലൂദ് ഒക്കെ ഉണ്ട്, സിറാജിലുണ്ട്. നിങ്ങൾ പറഞ്ഞ തത്വപ്രകാരം ഒരാളെക്കുറിച്ച് അയാൾ മരിച്ചപ്പോൾ ഒരാൾ ലേഖനം എഴുതി, അല്ലെങ്കിൽ ഒരാൾ കവിത എഴുതി, അതാണ് മുജാഹിദീങ്ങളെ മാല, മുജാഹിദീങ്ങളെ മൗലൂദ് എന്ന് പറയുന്നുണ്ട്. അലവി സഖാഫിനെ ചെല്ലാണ് നഫീസത്തുമാരുടെ രീതിയൊക്കെ ഉണ്ടാക്കി മൂപ്പർ ചെല്ല. ചെറിയ ഭാഗം കേട്ടോളിങ്ങൾ, മൂപ്പര ചെല്ലുന്ന മുജാഹിദ് മാല മൂപ്പർ പാടിക്കോട്ടെ. മാലയും മൗലിദും ഒക്കെ ഓതി ഇവിടെ പരിഹസിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ പരിഹസിച്ചിട്ടുള്ള മുജാഹിദുകൾ മൗലവിമാർ പഠിക്കണം. ഇതേതാണ് പുസ്തകം എന്നറിയുമോ? ഇത് നിങ്ങളുടെ മൗലവി MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മരണികയാണ്. മുജാഹിദുകൾ പുറത്തിറക്കിയതാണ്. 1906 ജനിച്ച് 1964 അന്തരിച്ച മുജാഹിദ് നേതാവ് MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മരണികയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്താ? നമ്മളെ മുഹയ്യദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട് ഇല്ലേ? അല്ലാ നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. അങ്ങനെ തുടങ്ങി ഷെയ്ഖ് ജീലാനിയുടെ മഹത്വങ്ങൾ നമ്മൾ വളരെ കൂടുതൽ നമ്മുടെ മുഹയ്യദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഹാത്മാക്കൾ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ, അവരുടെ ആ അള്ളാഹു അവർക്ക് നൽകിയ ഔന്നിത്യങ്ങൾ നമ്മുടെ മാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇവിടെ വന്നും സലഫിയും കൂട്ടരും അതിനെ പരിഹസിച്ചതാണ്. എന്നാൽ നിങ്ങളുടെ മൗലവിയായ MCC അബ്ദുറഹ്മാൻ മൗലവിയെ കുറിച്ച് നിങ്ങളുടെ മാലയിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അതെന്താ? ഞങ്ങളെ നഫീസത്ത് മാലയെ പോലെ അലി മുഹയ്യദ്ദീൻ മാലയെ പോലെ നമ്മൾ ചെല്ലുന്ന മാല, ആ മാലയുടെ രീതിയിൽ അവരെ ഈ നേതാവുണ്ടല്ലേ MCC അബ്ദുറഹ്മാൻ മൗലവി, മൂപ്പര് മരിച്ചു ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂപ്പരെ റൂഹ് പിടിച്ചു പോകുമ്പോൾ ആ റൂഹിനെ സ്വീകരിക്കാൻ ആരൊക്കെ എത്ര വന്നത് എന്നറിയോ? വളരെ നേരത്തെ മരിച്ച അവരുടെ നേതാവുണ്ടല്ലോ, ഇയാളുടെ പിതാവായ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന അയാളുടെ പിതാവ്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹമാണ് ഒന്ന് വന്നത്. പിന്നെ സീതി സാഹിബ വന്നത്, പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി, പിന്നെ മുഹമ്മദ് അബ്ദൂർ, പിന്നെ വക്കം മൗലവിയും. ഇവരൊക്കെ MCC അബ്ദുറഹ്മാൻ മൗലവി മരണപ്പെട്ട് റൂഹ് പിടിച്ചു പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇത് മുഹയ്യദ്ദീൻ മാലയല്ല, റിഫാഴി മാലയല്ല, നഫീസത്ത് മാലയല്ല, ഇത് മുജാഹിദ് മാലയാണ്, MCC മാല. വേണമെങ്കിൽ ഞാൻ 2 വരികൾക്ക് ചൊല്ലിത്തരാം, അതിന് കേട്ടോളൂ. അവർ പറയുന്നത് കണ്ടോ? പൂനിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും വീശി പുണ്യവാൻ അബ്ദുറഹ്മാൻ മൗലവി MCC
താനഹോ കാലത്തിരശീലക്കകം മാറഞ്ഞോ തന്നുടയ രക്ഷിതാവിൽ സന്നിധിയാണഞ്ഞോ. മതി മതി മതി. അപ്പോൾ കുറച്ച് മൗലിദ് മൂപ്പർ ചെല്ലട്ടെ. മുജാഹിദ് മൗലിമാരെ മദ്ഹ് മൂപ്പരത്തോളം അല്ല പറയിപ്പിക്കാറൊക്കെ. അപ്പോൾ ഇതാണ് ഇപ്പം മുജാഹിദ് മാല. ഇപ്പം നമ്മളൊക്കെ പെരീപ്പം എന്താ മരുവിനേഷം ചെയ്ത് മുജാഹിദ് മാല, MCC മാല, ഉമർ മൊഹിൻ്റെ മാല. നിങ്ങൾക്കൊരു കാരന്തൂർ മർക്കസിൻ്റെ ബുക്ക് സ്റ്റാളുണ്ട് കോഴിക്കോട് മാവൂർ റോട്ടിൽ. ആ ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കാണാം 5 വക ഉമർ മാല. അവിടെ വിറ്റ് പൈസ ഉണ്ടാക്കുക. ഏതാ ഉമർ മൊഹിനെ പറ്റിയുള്ള പാട്ടൊക്കെ പാടെ ക്രോഡീകരിച്ച് പുസ്തകമാക്കി അത് വിറ്റ് പൈസ ഉണ്ടാക്കുക പോലും. അതാ ഇപ്പോൾ ടീം. ഇതൊരു പേര് നമുക്കും മുജാഹിദീങ്ങളെ മാല. അപ്പം ഇതാണ് കാട്ടിക്കൂട്ടല്. അതാണ് ഇപ്പോൾ ഓരോ ഈ മൗലൂദ് നാസിബൊക്കെ തെളിവ്. ഇത് ഒരാൾ പാട്ടെഴുതി എഴുതിയ ആൾ മുജാഹിദ് പോലുമല്ല. ടി ഉബൈർ എന്ന് പറയുന്ന ഒരു മാപ്പിള സാഹിത്യകാരൻ മൂപ്പ് എഴുതിയ പാട്ടാണ്. നമുക്കെന്താ ഉത്തരവാദിത്തമുള്ളത്? അത് ഈ സ്മരണയിൽ എടുത്തു കൊടുക്കുമ്പോൾ പരിശോധിക്കേണ്ടതായിരുന്നു. പക്ഷെ അതവിടെ കൊടുത്തുപോയി. അത് നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അത് അബദ്ധമാണ്. അത് തെറ്റായ ആശയമുണ്ട്. ആ വഴി തീർത്തും തെറ്റാണ്. ഒരു പ്രശ്നമില്ല. നമുക്കത് പറയാനും അത് എതിർക്കാനും ഒരു പ്രയാസമില്ല. തെറ്റ് എവിടെ വന്നാലും തെറ്റാന്ന് പറയും. പക്ഷെ അതാരും ഇവിടെ ഒരു മാലയാക്കിയിട്ട് കൊണ്ടെടുക്കുന്നില്ല. അപ്പം ഇവരെ മാലക്കുമ്പോൾ ഇതിനും അതാണ് പറയുന്നത്. അതുകൊണ്ടൊന്നും നിങ്ങളെ മുദബ്ബിർ ആലം ഇല്ലാതാവില്ല. അപ്പം തദ്ബീറിന് പിറകോട്ട് പോകാനാണ് ഇപ്പം ഈ വക ന്യായങ്ങളൊക്കെ. അത് പറ്റൂല. ഏതായാലും ഇപ്പം തദ്ബീർ ആമില്ല, തദ്ബീർ ഖാസേ ഉള്ളൂ. അവിടെ 7ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണ്ട് ആയത്തോതിയിരുന്നു ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്തോതിയിട്ട് കാന്തപുരം അടക്കം അലവി സഖാഫി അടക്കമുള്ള ആളുകളൊക്കെ പ്രസംഗിച്ചു പോയതാണല്ലോ. ഖുർആൻ അല്ലാഹ് പറഞ്ഞ ആയത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. എന്ത്? അല്ലാത്ത മുദബ്ബിർ ഉണ്ടാകും എങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ തദ്ബീർ ഖാസാണോ അല്ല തദ്ബീർ ആമാണോ? നിങ്ങൾ പണ്ട് ഓതിയത് എന്തിനാണ്? ആമായ തദ്ബീറാണ്. ഇപ്പം പറഞ്ഞതോ തദ്ബീർ ആമില്ല ഖാസാണ് എന്നാണ്. എങ്കിൽ ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞ ആയത്തെ തദ്ബീർ ആമായ തദ്ബീറാണോ അതല്ല ഖാസായ തദ്ബീറാണോ എന്നാണ് 7ാമത്തെ ചോദ്യം. ഏതായാലും സഹോദരങ്ങൾ, ഇതിലൊക്കെ വലിയ അബദ്ധത്തിലാണ് അവർ ചെന്നപ്പെട്ടിട്ടുള്ളത്.